ഗസ നഗരമായ റഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ അതിജീവിച്ച കുഞ്ഞിനെ ഡോക്ടർമാർ സുരക്ഷിതമായി പുറത്തെടുത്തു. റഫയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു കുഞ്ഞിന്റെ അമ്മയും പിതാവും സഹോദരിയും കൊല്ലപ്പെട്ടത്. റഫ ആശുപത്രിയിലെ ഇൻക്യുബേറ്ററിൽ കിടക്കുന്ന കുഞ്ഞിന്റെ ദേഹത്തുള്ള ടേപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് രക്തസാക്ഷി സബ്രീൻ അൽ സഖാനിയുടെ കുഞ്ഞ് എന്നാണ്. ഗസയിലെ അങ്ങേയറ്റം മോശമായ യുദ്ധ സാഹചര്യത്തിൽ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ മരണപ്പെട്ട അമ്മയിൽ നിന്നും ജീവനോടെ പുറത്തുവന്ന കുഞ്ഞിന് റൂഹ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അറബിയിൽ ഈ വാക്കിന് ആത്മാവ് എന്നാണ് അർത്ഥം. നവജാത ശിശുവിനെ പരിപാലിക്കുന്ന ഡോക്ടർ മുഹമ്മദ് സലാമ പറഞ്ഞതനുസരിച്ച് അടിയന്തര സെക്ഷനിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്. കുഞ്ഞിന് 1.4 കിലോഗ്രാം ഭാരമുണ്ട്. മാത്രമല്ല, ആരോഗ്യസ്ഥിതി സ്റ്റേബിൾ ആണെന്നും ക്രമേണ മെച്ചപ്പെടുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സംഘർഷത്തിൽ കൊല്ലപ്പെടുമ്പോൾ കുഞ്ഞിന്റെ അമ്മ സബ്രീൻ അൽ സഖാനി 30 ആഴ്ച ഗർഭിണിയായിരുന്നു. ഇവരുടെ ബന്ധു റാമി അൽ ഷൈഖ് പറയുന്നതനുസരിച്ച് സഖാനിയുടെ ഇളയ മകൾ മലക് തന്റെ പുതിയ സഹോദരിക്ക് റൂഹ് എന്ന് പേരിടാൻ ആഗ്രഹിച്ചു. അറബി ഭാഷയിൽ അതിനർത്ഥം ആത്മാവ് എന്നാണ്. തന്റെ സഹോദരി ലോകത്തേക്ക് വരുന്നതിൽ ആ ചെറിയ പെൺകുട്ടി മലക് വളരെ സന്തോഷവതിയായിരുന്നു, അൽ ഷൈഖ് പറഞ്ഞു. കുഞ്ഞ് 3-4 ആഴ്ച ആശുപത്രിയിൽ കിടക്കുമെന്നാണ് ഡോക്ടർ സലാമ പറയുന്നത്. അതിനുശേഷം അവൾ എവിടെ പോകുമെന്നാണ് കരുതുന്നത്. കാരണം കുഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും അവൾ ഇപ്പോൾ ഒരു അനാഥയാണ്. അവരുടെ കുടുംബം ഇപ്പോൾ ഇല്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തം, ബന്ധു റാമി അൽ ഷൈഖ് പറയുന്നു. പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥരുടെ കണക്കുകൾ പ്രകാരം അബ്ദുൽ അൽ കുടുംബത്തിന്റെ വീട്ടിൽ നടന്ന ആക്രമണത്തിൽ 13 കുട്ടികളും 2 സ്ത്രീകളും മരിച്ചിട്ടുണ്ട്. എന്നാൽ സൈനിക കോമ്പൗണ്ടുകൾ, ലോഞ്ച് പോസ്റ്റുകൾ, സായുധരായ ആളുകൾ എന്നിവ ഉൾപ്പെടുന്ന വ്യത്യസ്ത അക്രമ സംഭവങ്ങൾ ഗസയിൽ നടന്നിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് റോയിട്ടേഴ്സിനോട് പറഞ്ഞത്. അതേസമയം വടക്കൻ ഗസയിലെ നിരവധി കുഞ്ഞുങ്ങൾ പട്ടിണിയും പോഷകാഹാരക്കുറവും മൂലം മരണത്തോട് മല്ലിടുകയാണെന്ന് സന്നദ്ധ സംഘടനയായ കെയർ മുന്നറിയിപ്പ് നൽകുന്നു. മിണ്ടാൻ പോലും കഴിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും വലിയ ഇരകൾ. ഒരു തലമുറയിലെ മുഴുവൻ കുട്ടികളുടെയും ബാല്യവും ഭാവിയും ഈ യുദ്ധം നശിപ്പിക്കുന്നു. ഭക്ഷണം കിട്ടാതെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ തന്നെ കൺമുന്നിൽ മരിക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ. മക്കൾ വിശന്നു കരയുമ്പോൾ ഒന്നും നൽകാനാകാത്ത സാഹചര്യം ഓർത്തു നോക്കൂ. ഒരു ന്യായീകരണവുമില്ലാതെ അസഹനീയമായിരിക്കും അത്, കെയർ കൺട്രി ഡയറക്ടർ ഹിബ തിബി പറഞ്ഞു.